ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കും. യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ദൈവം ഈ പുരോഹിതന്മാരോട് പറയുകയാണ്, നിങ്ങളെൻ്റെ യാഗപീഠത്തിന്മേൽ മലിനമായ ഭോജനം അർപ്പിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു? തിരിച്ച് അടുത്ത ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഏതിനാൽ? ഏത് കാര്യമാണ് അത്? പറ, നീ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിത്ത. അതാ അവർ പറയുന്നത്. അവർ ദൈവവുമായിട്ടങ്ങ് ഒരു വാഗ്വാദം നടത്തുകയാണ്, വാദവിവാദം നടക്കുകയാണ്. ദൈവം പറയുന്നു, നിങ്ങളെന്നെ തുച്ഛീകരിച്ചിരിക്കുകയാണ്, നിങ്ങളെന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഞാൻ പറഞ്ഞതൊന്നുമല്ല ചെയ്യുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? എൻ്റെ മേശമേൽ നിങ്ങൾ മലിനഭോജനം അർപ്പിക്കുന്നു. എൻ്റെ യാഗപീഠത്തിന്മേൽ, യാഗപീഠം എൻ്റെയാണ്, അർപ്പിക്കുന്നത് നിങ്ങളാണ്. പക്ഷേ എൻ്റെ പ്രസാദത്തിന് ഒത്തവണ്ണമല്ല, ഞാൻ പ്രസാദിക്കത്തക്ക വിധത്തിലല്ല നിങ്ങൾ അർപ്പിക്കുന്നത്. നിങ്ങൾ എന്തോ ചെയ്തിട്ടങ്ങ് പോവുകയാണ്. ചെയ്തതിൻ്റെ സംതൃപ്തി അല്ലേ? ഞാനെന്തോ ചെയ്തു, ഭയങ്കര സംതൃപ്തിയായി, സന്തോഷമായി, ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം. പല ആളുകളും എങ്ങനെയാണ്, ചെയ്തത് എന്താണെന്നൊന്നും നോക്കുന്നില്ല, എന്തോ ചെയ്തു, ചെയ്തതിന് ഭയങ്കര സന്തോഷം. അത് ചെയ്തത് ഗുണമുള്ളതാണോ, പ്രയോജനമുള്ളതാണോ, അത് ചിന്തിക്കുന്നില്ല. പിന്നെയോ, ഞാൻ ചെയ്തു, അങ്ങനെയാ, ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാനത് ചെയ്തു, അതാ പറയുന്നത്. എന്താ ചെയ്തേ? പിന്നെ ഞാൻ മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഞാൻ വേദപുസ്തകം വായിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തിനതിൽ പ്രസാദം ഉണ്ടായോ എന്ന് തിരക്കുന്നില്ല. ഞാനീ ചെയ്ത കാര്യം കൊണ്ട് ദൈവത്തിന് പ്രസാദമായോ? ദൈവം അതിൽ സന്തോഷവാനാണോ? ദൈവം എന്നെ പ്രശംസിച്ചു, കൊള്ളാം, വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെയോ, ഞാനങ്ങ് ചെയ്യുകയാണ്. അത് നല്ലതാണോ ചീത്തയാണോ അതൊന്നും എന്നെ സംബന്ധിച്ച ഒരു വിഷയമേ അല്ല. അതിനൊന്നും ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. എത്രയോ വിശ്വാസികളായി ഇങ്ങനെ ഈ നാളുകളിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അവരെല്ലാം ചെയ്യുന്നവരാ. ഇസ്രായേലും അങ്ങനെ തന്നെയാണ്, പുരോഹിതന്മാരും അങ്ങനെ തന്നെയാണ്, ചെയ്യുന്നുണ്ട്. ചെയ്ത്തിന് കുറവൊന്നുമില്ല. അർപ്പിക്കുന്നില്ലയോ? പിന്നെ അർപ്പിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അർപ്പിക്കുന്നുണ്ട്. എന്താ അർപ്പിക്കുന്നത്? മലിനമാണെന്ന് മാത്രമേ ഉള്ളൂ, വേണ്ടാത്തതാ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അങ്ങനെയാ ഒത്തിരി ആളുകൾ. എത്രയോ ആളുകളാണ് ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ സഹോദര സഹോദരി,
ഒരു നിമിഷം ഒന്ന് തിരിച്ച് ചിന്തിക്കണം. താങ്കൾ ചെയ്യുന്ന ഈ പ്രക്രിയ മുഖാന്തരം താങ്കൾ ആർക്ക് ചെയ്യുന്നുവോ അദ്ദേഹത്തിന് പ്രസാദമുണ്ടോ, അതിൽ സന്തോഷമുണ്ടോ, അദ്ദേഹം അതിൽ ആനന്ദിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന ഈ പ്രവൃത്തി വ്യർത്ഥമാ, പ്രയോജനമില്ല. ഇവിടെ ദൈവം അത് പറയാ. എന്നാൽ ജനം അപ്പം ചോദിക്കുകയാണ്, ഇവിടെ പുരോഹിതന്മാർ ചോദിക്കുകയാണ്, ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു? ഞങ്ങൾ ഈ ചെയ്തതിൽ ഏതാ മോശം? അപ്പോൾ ദൈവം അവർക്ക് കൊടുക്കുന്നൊരു മറുപടി അവിടെയുണ്ട്. ഈ ആളുകൾ പറയുക, ഏതാ മോശം? എന്ത് വർത്താന കർത്താവ് നീ പറയുന്നേ? ഞങ്ങളിതെല്ലാം ചെയ്യുന്നില്ലയോ? ഇതിലേതാ മോശം? ഏത് കാര്യം മോശമായിട്ടുള്ളത്? അപ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവം അവരോട് പറയുകയാണ്, എന്താ പറയുന്നതറിയോ? യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. ഇവിടെ പറയുകയാണ് യഹോവയുടെ മേശ, എൻ്റെ യാഗപീഠം ദൈവാദ്യം പറഞ്ഞു. പിന്നെ പറയുകയാണ് യഹോവയുടെ മേശ എന്ന് പറഞ്ഞാൽ എൻ്റെ മേശ. അതിന് നിങ്ങൾ എന്താ പറയുന്നത്? നിന്ദ്യമെന്ന് പറയും എന്ന് പറഞ്ഞാൽ അതിനെ തുച്ഛീകരിച്ചിരിക്കുന്നു, അതിനെ വിലയില്ലാത്തതായിട്ട് കണ്ടിരിക്കുന്നു, അതിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു. അയ്യോ, അവർ പറയുന്നു എന്ന് പറഞ്ഞാൽ അവർ വാഗൊണ്ട് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിലെ ഭാവം ദൈവം വായിക്കുക. ഇതിലൊന്നും വലിയ കഥയൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്താൽ മതി. ആരിപ്പോൾ ശ്രദ്ധിക്കുന്നു? അതാണ് ഹൃദയത്തിലെ ചിന്ത, അതാണ് നിന്ദ്യം. ഇതിന് പ്രാധാന്യം കൊടുക്കാതെ, അതിന് വേണ്ടുന്ന മഹത്വം കൊടുക്കാതെ, അതിന് വേണ്ടുന്ന ആദരവ് കൊടുക്കാതെ, അതിന് വേണ്ടുന്ന ആ ബഹുമാനവും ഭക്തിയും ഭയവും കൊടുക്കാതെ ആ മേശയെ നിന്ദ്യമായി കാണുകയാണ്. നോക്കണേ, ഇതാരുടേതാണെന്ന് ചിന്തിക്കണ്ടേ? ഞാൻ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്? ഒന്നാലോചിച്ച് വേണ്ടേ ചെയ്യാൻ? എത്രയോ ആളുകളാണ് പലപ്പോഴും ദൈവത്തിൻ്റെ മേശ നിന്ദ്യമായി കാണുന്നത്, അതിന് പ്രാധാന്യം കൊടുക്കാതെ പോകുന്നത്, ഒരു വില കൽപ്പിക്കാതെ പോകുന്നത്. ഞാനതിനോട് ചേർത്ത് ഇങ്ങനെ പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും കർത്താവിൻ്റെ മേശയോട് നാം അടുത്ത് വരുമ്പോൾ, ഇതിനോട് ചേർത്തങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, കർത്താവിൻ്റെ മേശയോട് നാം അടുത്ത് വരുമ്പോൾ എത്രയോ ആളുകളാണ് യാതൊരു ഭയവും കൂടാതെ അതിൽ നിന്ന് പങ്കെടുക്കുന്നതെന്നറിയാം. അതിനൊരു ബഹുമാനം കൊടുക്കണ്ടേ? ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ അപ്പത്തിൽ നിന്നാണ് പങ്കെടുക്കുന്നത്, കർത്താവിൻ്റെ രക്തത്തിൻ്റെ ഭാഗമായ പാനപാത്രത്തിൽ നിന്നാണ് പങ്കെടുക്കുന്നത്. അതിൻ്റെ ഓർമ്മയുടെ ശുശ്രൂഷയാണത്. ഞാനിത് അതിൻ്റേതായ ഗൗരവത്തോടും ഭയത്തോടും ഭക്തിയോടും കൂടെ കണ്ടു തന്നെ വേണം ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന പോലെ അവനവൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം. സ്തോത്രം. അപ്പോൾ എത്ര ഭയഭക്തിയോടുകൂടെയാണ് നാം ഇത് ചെയ്യേണ്ടുന്നത്? തന്നെത്താൻ ശോധന ചെയ്യണം. ഞാനിതിന് യോഗ്യനാണോ? ഇതിൽ നിന്ന് പങ്കെടുക്കുവാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ടോ? അത് ചിന്തിച്ച് അതിനെ നിന്ദ്യമായി കാണുകയല്ല, അലക്ഷ്യമായി ഇതിൽ നിന്ന് പങ്കെടുത്താലും ഇപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എത്രയോ ആളുകൾ അങ്ങനെ ചിന്തിച്ച് വരുന്നു, പങ്കെടുക്കുന്നു, മടങ്ങിപ്പോകുന്നു. ഞാൻ ഇതിനോട് ചേർത്ത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ പ്രിയരെ, വളരെ നാം ഭയഭക്തിയോടുകൂടി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ ചെയ്യേണ്ടുന്നതായിട്ടുണ്ട്. ഇവിടെ ഇവരെ സംബന്ധിച്ച് ഇവർ ദൈവത്തിൻ്റെ യഹോവയുടെ മേശ നിന്ദ്യം എന്ന് കാണുകയാണ്. എന്താ അവർ കാണുന്ന ആ കാര്യങ്ങൾ, എന്താ അവർ ചെയ്യുന്നത്? അത് 8 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. പിന്നീട് ഞാൻ അത് വിശദീകരിക്കാം എന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ എത്ര വേദനയുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ദൈവം ഈ കാര്യം പറയുമോ? ദൈവം ഈ കാര്യം പറയുമോ?
ദൈവീയ കാര്യം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്ര വേദനയുണ്ട്, എത്ര വേദനയോടും എത്ര സങ്കടത്തോടും കൂടി ആ ദൈവം ഇത് ഈ ജനത്തോട് പറയുന്നത്, ഈ ജാതിയോട് പറയുന്നത്, ഈ പുരോഹിതന്മാരോട് ഇത് അറിയിക്കുന്നത്. പക്ഷേ ഒരു വേദനയും ഒരു ഭയവും ഒരു ചിന്തയുമില്ലാതെയാണ് ഈ ജനം, ഈ പുരോഹിതന്മാർ ദൈവത്തോട് സംസാരിക്കുന്നതെന്നുള്ളത് എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് ഈ പുരോഹിതന്മാരെ പോലെയാണ്. പലപ്പോഴും ദൈവം നമ്മെ നോക്കി കണ്ണുനീരൊഴുക്കുക, വിഷമിക്കുക, വേദനപ്പെടുക. നീ ചെയ്യുന്നത് ശരിയല്ല മകനെ, മകളെ എന്ന് എത്രയോ വട്ടം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. മാനസാന്തരപ്പെടണം, ഈ പരിപാടി ഉപേക്ഷിക്കണം, ഈ തെറ്റുപേക്ഷിക്കണം, നീ മടങ്ങി വരണം. ദൈവം എത്രയോ വട്ടം സങ്കടത്തോടെ നമ്മെ വിളിച്ചു കഴിഞ്ഞിരിക്കും. നാം അർപ്പിക്കുന്ന പലതും ദൈവത്തിന് പ്രസാദമില്ലാത്തതായതുകൊണ്ട് ദൈവം പിന്നെയും പിന്നെയും നമ്മെ ഓർപ്പിക്കുകയാണ്, നീ ചെയ്യുന്നത് ശരിയല്ല കുഞ്ഞേ, അത് ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. പ്രയോജനമുള്ളത്, ദൈവപ്രസാദമുള്ളത് നീ ചെയ്യേണ്ടതിനായി നിന്നെ തന്നെ ഒന്ന് ഒരുക്കണം ദൈവം പറയുക. പക്ഷെ പലപ്പോഴും നാം പിറുപിറുപ്പുകാരായി, മറുതലിക്കുന്നവരായി, അനുസരണമില്ലാത്തവരായി, കേട്ട ഭാവം നടിക്കാത്തവരായി, നമ്മുടെ പഴയ ജീവിതത്തിൽ മുഴുകി ഇതൊക്കെ തന്നെ മതി, ഇതിൽ ദൈവം അങ്ങ് പ്രസാദിച്ചോളും എന്നുള്ള മനോഭാവത്തിൽ നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്കൊരു മടങ്ങിവരവൻ ആവശ്യമില്ലേ? ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടുന്ന കാലം കടന്നുപോയില്ലേ പ്രിയ സഹോദര സഹോദരി? നാം അങ്ങനെ ചിന്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെയും താങ്കളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ കഴിക്കുന്ന ആരാധനയിൽ, ഞങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ, ഞങ്ങൾ കഴിക്കുന്ന സ്തുതിസ്തോത്ര യാഗങ്ങളിൽ കർത്താവേ, അവിടുന്ന് പ്രസാദിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ക്രിസ്തീയ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ സാക്ഷ്യം കൊണ്ട് നീ പ്രസാദമുള്ളവനാണോ എന്ന് ചിന്തിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കതിനുള്ള ബുദ്ധി തന്നാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. ക്രിസ്തു യേശുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ.